Hi friends, welcome back to my channel. നമ്മുടെ നേരത്തെ വീഡിയോ ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാവരും. അതിന് ഭയങ്കര താങ്ക്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ചൂണ്ടയിടാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ മീൻ പിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലയിട്ടാണ് നമ്മൾ മീൻ പിടിച്ചത്. പക്ഷെ ഇന്ന് നമ്മൾ വലയിട്ടല്ല പിടിക്കുന്നത്, നമ്മൾ ചൂണ്ടയിട്ടാണ് പിടിക്കുന്നത്. നമ്മൾ എന്തോ അവസ്ഥയെന്ന് അറിയത്തില്ല. നമ്മളിന്ന് പിടിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഴീക്കൽ കടലും കായലും കൂടെ ഒരുമിക്കുന്ന ഒരു പൊഴിയാണ്. നമ്മൾ നേരെ അങ്ങോട്ട് പോവാം. എത്രത്തോളം മീൻ കിട്ടുമെന്ന് നമുക്കറിയില്ല. നമുക്ക് നേരെ അവിടെ ചെന്നിട്ട് നോക്കാം. നമുക്ക് ചൂണ്ടയിടാനുള്ള പ്ലേസിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഇർഫാൻ ഉണ്ട്, അനുവണ്ണനുണ്ട്, ഇജാസ് ഉണ്ട്. എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. പൊതുവേ അന്തരീക്ഷം ഒരു ശാന്തമായ അന്തരീക്ഷമാണ്. സാധാരണ ഇവിടെ ഒരു 4-5 പേര് ഒരു സെറ്റായിട്ട് ചൂണ്ടയിടലിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇവിടെ ഇല്ല. അന്നേരം ആദ്യം നമുക്ക് സ്റ്റിക്കിനകത്ത് തന്നെ തുടങ്ങാം. കൊഞ്ചാണ് നമ്മൾ മെയിനായിട്ടും തീറ്റി ഇവിടെ എടുത്തേക്കുന്നത്. അന്നേരം കൊഞ്ച് നമുക്ക് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്തിട്ടൊന്ന് ഞാൻ തന്നെ ഇട്ട് നോക്കാം. ആദ്യത്തെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നല്ല ഇറക്കമുണ്ട്. സാധാരണ ഏറ്റവും ഇറക്കവും വരുമല്ലോ. ഏറ്റവും ഇറക്കവും വരുമ്പോൾ ഇപ്പം ഇറക്കമാണ്. കയറ്റത്താണ് ഏറ്റവും കൂടുതൽ മീൻ കാണാറുള്ളത്. എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തതിൽ തന്നെ ഒരു ചെറിയ കൊത്തുണ്ട്. അപ്പം പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഉണ്ട് ഓണ്ടറാ ആടാ. സംഭവം കൂരിയാണ്. കൂരി അത്യാവശ്യം നല്ലൊരു കൂരിയാണ്. നല്ല പിടയ്ക്കുന്ന കൂരി. അത് സംഭവം കളക്കിയിട്ടുണ്ട്. അടുത്തത് നമുക്ക് അനുവണ്ണൻ്റെ ടേണാണ്. നമുക്ക് അനുവണ്ണൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അനുവണ്ണൻ 2 എണ്ണമാണ് ഒറ്റ ചൂണ്ടയ്ക്കകത്ത് തന്നെ കൊടുത്തേക്കുന്നത്. 2 എണ്ണം നമുക്ക് ഇട്ടിട്ടുണ്ട്. 2ലും പിടിക്കുമെന്ന് വിശ്വസിക്കുന്നു. അനുവണ്ണൻ സെറ്റ് ചെയ്തിട്ട് നിൽക്കുവാണ്. കിട്ടി. അനുവണ്ണനും കിട്ടിയിട്ടുണ്ട്. 2 എണ്ണത്തിലും പിടിച്ചിട്ടുണ്ട് കേട്ടോ. അല്ല, അപൂർവമായിട്ട് ഇങ്ങനെ സാധാരണ കിട്ടാറുള്ളൂ. 2 എണ്ണത്തിലും പിടിച്ചിട്ടുണ്ട്. ഇതിന് ഊരിയെടുക്കുന്ന ഇച്ചിരി ചടങ്ങാണ് 2-നോടി. സംഭവം ഒരു മുള്ളുണ്ട്. അത് കയ്യിൽ കൊണ്ട് കഴിഞ്ഞാൽ അത് ഇച്ചിരി സീനാണ്. നല്ല അരപ്പായിരിക്കും. മൊത്തം 3 എണ്ണം ആയിട്ടുണ്ട്. ഒരു അരമണിക്കൂർ കൊണ്ട് അത്യാവശ്യം 3 എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഇച്ചിരി ടൈറ്റാണ് എടുക്കാൻ. ഊരിയെടുക്കുമ്പോൾ എപ്പോഴും നല്ല ശ്രദ്ധിച്ച് നമുക്ക് എടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ മുള്ളു കൊണ്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അടുത്തത് ജാസിൻ്റെ പിടിച്ചത് നമുക്കെടുക്കാൻ പറ്റിയില്ല. പുള്ളിങ്ങ് എടുത്ത് പെട്ടെന്ന്. അന്നേരം ഇജാസും ഇതാണ് കോരയാണ് കേട്ടോ. കോര ചെമ്പല്ലി കോരയെന്ന് പറയും. അത് അത്യാവശ്യം സൈസാണ്. ഗ്യാസിന് ഒരു നാണമുണ്ട് കേട്ടോ. അടുത്ത നമ്മുടെ ഇർഫാൻ്റെ ടേണാണ്. ഇർഫാൻ എറിയുകയാണ്. പരിപാടിക്ക് വീണിട്ടുണ്ട്. നമ്മുടെ എക്സ്പ്ലോറർ ഇർഫാനാണ്. ഇർഫാൻ്റെ ടേണിൽ മരണം കിട്ടിയിരിക്കുന്നു. കൂരി തന്നെയാണ് പിടിച്ചത്. കൂരി നല്ല കിടലൻ കൂരിയാണ് കിട്ടിയേക്കുന്നത്. ഇത് നമ്മൾ ഇതുപോലെ കായലിൽ തന്നെ ഇട്ടേക്കും. അതാകുമ്പോൾ നമുക്ക് മീൻ ഫ്രഷായിട്ട് കിട്ടും, ചത്തു പോകത്തില്ല. ഫ്രഷായിട്ട് നമുക്കിപ്പം 7-8 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഒരു ചെമ്പല്ലിയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് സെറ്റ് ചെയ്യാനുള്ള നടപടിയിലേക്ക് പോകാം. ഇവിടുന്ന് 7 കിലോമീറ്ററോളുണ്ട് നമ്മൾ പോയ സ്ഥലത്തോട്ട്. അപ്പോൾ ആ ഒരു ഇത് വെച്ചൊക്കെ കൊണ്ടാണ് നമ്മൾ പോയി ഫ്രഷായിട്ട് വന്നത്. ഇനി നമുക്ക്
ആദ്യം നമുക്ക് നമ്മുടെ മീൻ വെട്ടി ക്ലിയറാക്കി എടുക്കാം. വെക്കാനുള്ള പ്ലേസാണ്. അതുപോലെ കട്ട എടുത്തിട്ട് ചട്ടിയാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. ചട്ടിക്കകത്തോട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതുപോലെ കട്ട വെച്ച് നല്ല സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, എണ്ണ, കടുക്, പിന്നെ ഇച്ചിരി കറിവേപ്പില. അത് നമ്മുടെ ഫ്രഷ് കറിവേപ്പില പൊടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് കത്തിക്കാം. പിന്നെണ്ടാ കത്തിക്കാമെന്നോ. നേരം നെരുവണ്ണനാണ് തീ കൊളുത്താൻ പോകുന്നത്. നമ്മുടെ ഓലക്കാലാണ് ആദ്യം നമ്മൾ കത്തിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ഐശ്വര്യമായിട്ട് കത്തിക്കാൻ പോവുകയാണ്. ഇതുപോലെ നമ്മളിപ്പം വീടിൻ്റെ പറമ്പിൽ തന്നെയാണ് ചെയ്യുന്നത്. അത്യാവശ്യം ഒരു ചെറിയ കാറ്റൊക്കെ ഉണ്ടായിരുന്നു. മഴ പെയ്യുമെന്നൊരു ചെറിയ ഒരു വർഷം ഉണ്ടായിരുന്നു അത് മഴയുടെ. അത് പക്ഷേ മഴ പെയ്തില്ല, ചെറിയൊരു ചാറ്റിലേ ഉള്ളായിരുന്നു. പിന്നെ നമ്മൾ ഇത് നമ്മുടെ ഓലക്കാൽ കത്തിച്ചിട്ടുണ്ട്. കത്തിച്ച് നമുക്ക് അങ്ങോട്ട് വയ്ക്കാം. വെച്ചു ചൂട്ട്. പിന്നെ വേറെ ഒന്നും നമ്മളിവിടെ എടുക്കുന്നില്ല. ഒരു ചെറിയ കറിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ചൂട്ടും ഓലക്കാലും വെച്ച് നമ്മളങ്ങ് കാര്യങ്ങൾ നീക്കുകയാണ്. ഇവിടെ രണ്ട് സൈഡിൽ നിന്നും നമ്മൾ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ആദ്യം നമുക്ക് എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു കറിക്ക് പറ്റുന്ന രീതിയിലുള്ള എണ്ണ മതി. കടുക് പൊട്ടുന്നതിന് വേണ്ടി വേണം. എന്നിട്ട് നമുക്ക് അടുത്ത സേതുണ്ണനാണ്. സേതുണ്ണൻ വന്നതേ ഉള്ളൂ. സേതുണ്ണനെ കടുകിൻ്റെ പരിപാടി ഏൽപ്പിച്ചിട്ടുണ്ട്. കടുക് ഇടാനുള്ള പരിപാടി സേതുണ്ണനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അത്തരം സേതുണ്ണൻ കടുക് ഇട്ടു. സംഭവം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് നല്ലപോലെ കടുകെല്ലാം പൊട്ടിയതിന് ശേഷം ഉലുവ, പച്ചുലുവ ഇട്ട് കൊടുക്കാം. ഉലുവ കടുകിൻ്റെ കൂടെ തന്നെ ഉലുവായും നമ്മളിട്ടാണ്. പിന്നെ അടുത്തത് നമുക്ക് ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. സവാള ഉള്ളിയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. സവാള ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ലൈറ്റായിട്ടുള്ള തീ ഇട്ടാൽ മതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ചട്ടിയാണ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അധികം ചൂടിൻ്റെ ആവശ്യമില്ല. അധികമായിട്ട് നമുക്ക് തീയും കൊടുക്കണ്ട. ഇതിന് ലൈറ്റായിട്ടുള്ള തീ മതി. ഇത് നല്ലപോലെ കിടന്ന് ഉള്ളി ഒന്ന് സെറ്റാവും. ഉള്ളി സെറ്റായി വരുമ്പോഴത്തേക്കും കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിനകത്ത് തൂക്കി കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാം. അടിക്ക് പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പ് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തതായി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ അതും മിക്സ് ചെയ്യട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. എന്നിട്ട് നല്ലപോലെ നമുക്കിത് ചെറിയ തീയിലിരുന്ന് തന്നെ ആവട്ടെ. അടുത്തതായിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒരു 2 തക്കാളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. തക്കാളി 2 മീഡിയം വലിപ്പമുള്ള 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യും. ഇപ്പം തന്നെ ഏകദേശം ഉള്ളിയൊക്കെ വരുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു നല്ല രീതിയിൽ അടി ഇളക്കി കൊടുക്കണം. എടുത്ത് കൊടുത്തില്ലെങ്കിൽ നല്ലപോലെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഗ്യാസിലൊന്നും അല്ല. അതുകൊണ്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പുളി നമുക്ക് ചേർത്ത് കൊടുക്കാം. പുളി അതുപോലെ തന്നെയാണ്. ആവശ്യത്തിനുള്ള
പുളി നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ഷാപ്പിലെ കറിക്കായാലും നമ്മുടെ ബോട്ടിലെ കറിക്കായാലും എരിവും പുളിയും അത്യാവശ്യം കൂടുതലായിട്ട് ഇടുന്നത് നല്ലതാണ്. പിന്നെ നമുക്കിനി മസാല ഒക്കെ ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി ഇട്ട് ഇച്ചിരി നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് മുളക് പൊടി ആവശ്യത്തിന്, ഇച്ചിരി എരിവ് കൂടുതൽ കിടക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആവശ്യത്തിന് എരിവ് വേണം. എരിവിനായി ആദ്യം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അടുത്തതായിട്ട് നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മല്ലിപ്പൊടി, കുരുമുളക് പൊടി നല്ല രീതിയിൽ എടുക്കണം. എരിവിന് കുരുമുളക് പൊടിയാണ് മെയിനായിട്ട് നമുക്ക് ചേർക്കാനുള്ളത്. എല്ലാ ഇതുപോലെ മസാലകളും. പിന്നെ ഉലുവാപ്പൊടിയാണ്. ഉലുവാപ്പൊടി ഒരു കുറച്ച് ആവശ്യത്തിന് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം നല്ലപോലെ ഒന്ന് വരണ്ട് വരണം. സുമേഷ് ബ്രോ എത്തിയിട്ടുണ്ട്. സുമേഷ് ബ്രോ ഇളക്കൽ പരിപാടികൾ ഏറ്റെടുത്തിട്ടുണ്ട്. നല്ലപോലെ ഇളക്കടോ, അങ്ങോട്ട് ഇളക്കിക്കൊട്. ഇങ്ങനെ നമ്മുടെ കറിയുടെ ഗ്രേവി അത്യാവശ്യം സെറ്റായി വരുന്നുണ്ട്. ഈ സമയത്താണ് നമ്മൾ മെയിനായിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത്. ചതച്ച കുരുമുളകാണെങ്കിൽ ഏറ്റവും ബെറ്റർ. എന്നിട്ട് കുറച്ച് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു. മീനിൻ്റെ ക്വാണ്ടിറ്റി എത്രയുണ്ട് അതിനനുസരിച്ച് നമ്മളിവിടെ വെള്ളം എടുക്കണം. കാരണം കുറച്ച് പറ്റിയും പോകണം. അതിനകത്തുനിന്ന് കുറച്ച് പറ്റിയിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കേണ്ടതാണ്. ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. കാരണം നമ്മൾ വെള്ളം ഒഴിച്ചതാണ്. വെള്ളം ഒഴിച്ചതിന് കുറച്ചും കൂടി ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. ഉപ്പ് ആവശ്യത്തിന് ഇടണം. നമ്മൾ പലർക്കും പല രീതിയിലുള്ള ഉപ്പായിരിക്കും. അന്നേരം ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചൊന്ന് കറി സെറ്റാവട്ടെ. കറി അത്യാവശ്യം നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം ഇതൊന്ന് തിളച്ച് പറ്റുകയോട് ചെയ്യണം. എന്നാലേ ആ കറിക്കൊരു ടേസ്റ്റ് വരുത്തുള്ളൂ. നമ്മുടെ കറി നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. അത്യാവശ്യം നമ്മളൊക്കെ മീനിടാനുള്ള ടൈം ആയിട്ടുണ്ട്. തിളച്ചതിന് ശേഷം നമുക്ക് ഓരോ മീനായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ കൂരിയാണ് ഇടുന്നത്. നമ്മുടെ ചെമ്പല്ലിക്കോര നമ്മൾ ആ ഒരു സൈസിൽ തന്നെ എടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാ മീനുകളും ഇതുപോലെ അത്യാവശ്യം കറക്റ്റ് ഗ്രേവിയാണ്. ഈ മീനെല്ലാം സെറ്റാവാനുള്ള ഗ്രേവിയുണ്ട്. നമുക്ക് ഗ്രേവി നല്ലപോലെ ഇനി നല്ലപോലെ കിടന്ന് മീൻ വേവേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇതിൻ്റെ മണ്ടക്കകത്തേക്ക് തൂക്കി കൊടുക്കാം. നമുക്ക് നല്ലപോലെ ഇനി ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കണം. മീനൊക്കെ നല്ലപോലെ വെന്ത് പരുവാവണം. എന്നിട്ട് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ മീൻ കറി ഏകദേശം സെറ്റായിട്ടുണ്ട്. നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ചപ്പാത്തിയും കൂടി ഇവിടെ മേടിച്ചിട്ടുണ്ട്. അത്യാവശ്യം എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. ചപ്പാത്തി നമുക്ക് കറിയുടെ കൂടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നമ്മുടെ ബോട്ടിലെ കറി അനുവണ്ണം വെച്ചത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ചപ്പാത്തിയുടെ കൂടെ ചുരുട്ടി പിടിക്കാനുള്ള പരിപാടിയിലാണ് എല്ലാവരും. എന്തായാലും നമുക്ക് കറി ഒഴിച്ചു കൊടുക്കാം ചപ്പാത്തിയുടെ കൂടെ. ഇനി
കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഉണ്ടോ പാറ സൂപ്പർ അല്ലേ? ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. സൂപ്പർ ആയിട്ടുണ്ട്. ഒരു രക്ഷയില്ല, കിട്ടില്ല. പൊളി സാധനം, ഒന്നും പറയല്ല, ഒന്നും പറയല്ല. അത് നല്ല ചൂടുണ്ട്, നല്ല കിടു, പൊളി, ഒരു രക്ഷയില്ല, അടിപൊളി സാധനം. നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ. ഇനി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക. ബൈ ബൈ.